ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമ തുടങ്ങുമ്പോൾ തന്നെ ഡ്രാമയിലെ ഹീറോ ആയിട്ടുള്ള ഹുയങ് പുതിയതായിട്ടൊരു വീട്ടിലേക്കൊക്കെ താമസം മാറി എത്തുന്നു. അവന്റെ ഓഫീസിന് അടുത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഹുയങ്ങും കൊറിയയിലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കാണുവാനായിട്ട് നിനക്ക് ഉണ്ടോ എന്നൊക്കെ ബുക്കും അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ബുക്കിന്റെ അടുത്ത് തനിക്ക് ഒരു രീതിയിലുള്ള ഫ്രണ്ട്സും ഇവിടെയൊന്നും ഇല്ല എന്ന മറുപടി ആയിരുന്നു ഹുയങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഹീറോയിനായിട്ടുള്ള ഹോങ്ജുവും ഫോണൊക്കെ വിളിച്ച് നടന്നു വരുന്ന സമയത്താകട്ടെ അവളുടെ പിന്നാലെ തന്നെ ഒരു വണ്ടിയിലൊക്കെ ഹോയിങ്ങും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഹീറോയിനും ഒരു ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ എത്തിയതായിരുന്നു. പക്ഷെ ശരിക്കും ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യുന്ന ആൾക്ക് പകരമായിട്ട് അവൾ നേരെ ചെന്നെത്തുന്നതും ഹോയിങ്ങിന്റെ മുമ്പിലേക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വെച്ച് ഒരു ലെറ്ററൊക്കെ അവൾ അവന് നൽകിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് ആ ഒരു നിമിഷത്തിൽ ഹോയിങ് ഓർക്കുന്നത് പോലും. തന്റെ മുമ്പിലുള്ളത് ശരിക്കും ഹോഞ്ചു തന്നെയാണോ എന്നൊരു സംശയത്തിലൊക്കെ ഹോയിങ് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു യഥാർത്ഥത്തിൽ ഹോയിങ് കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന പെൺകുട്ടിക്ക് അവന്റെ അടുത്തേക്കും ചെല്ലുന്നത്. അപ്പോൾ മാത്രമാണ് തനിക്ക് ആള് മാറി പോയതാണെന്നുള്ള കാര്യമൊക്കെ ഹോഞ്ചു മനസ്സിലാക്കുന്നത്. ജോസഫ് എന്ന ഒരാളുടെ കസിനായിട്ടുള്ള മീസോ ആണ് ഇപ്പോൾ അവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മീസോയും അവനോട് കുറെ അധികമൊക്കെ സംസാരിക്കുന്നു. പക്ഷെ അവനാകട്ടെ തൊട്ടടുത്ത ടേബിളിൽ ഉണ്ടായിരുന്ന ഹോങ്ചുനെ തന്നെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് അവളെ അറിയാമോ എന്നൊക്കെ അവന്റെ അടുത്ത് മീസോ ചോദിക്കുമ്പോഴാകട്ടെ ഞങ്ങൾ ഒരേ സ്കൂളിലൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. അവളെ കണ്ട മാത്രയിൽ നിനക്ക് അവളെ മനസ്സിലായല്ലോ, അവൾ നിന്റെ എക്സ് വല്ലതും ആയിരുന്നു എന്നൊക്കെ മീസോയും അവനോട് ചോദിക്കുന്നു. നീ അവളെ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും അവൾ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ മീസോ പറയുമ്പോഴാകട്ടെ ഹോഞ്ചും പെട്ടെന്ന് ഡേറ്റ് ചെയ്ത ആളുടെ ഒപ്പം മറ്റൊരിടത്തേക്ക് പോകുന്നതൊക്കെ ഹോയിങ്ങിന്റെ ശ്രദ്ധയിലും പെടുന്നു. അതുകൊണ്ട് തന്നെ ഹോയിങ്ങും അവരെ ഫോളോ ചെയ്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു. വെളിയിൽ എത്തിയിട്ട് പോലും അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഹോയിങ്ങും അകത്തേക്കൊക്കെ കയറി പോകുന്നു. ഇനി ഹോയിങ്ങിനെയും കാറിന്റെ മിററിലൂടെ ഹോഞ്ച് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹോഞ്ചുവിന്റെ ഒപ്പം ഡേറ്റിന് എത്തിയിട്ടുണ്ടായിരുന്ന ആളാണ് ക്യുങ്ടെക്. ക്യുങ്ടെക് അവളെയും കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹോഞ്ചുനും മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ടായിരുന്നു താല്പര്യം. എങ്കിൽ പോലും ഹോഞ്ചു പറയുന്ന സ്ഥലത്തേക്ക് ഒരിക്കലും പോകരുതെന്നായിരുന്നു ഹോഞ്ചുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹൈജി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് ക്യുങ്ടെക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ക്യുങ്ടെക് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ അവർ പോകുന്നു. ഇനി അവരുടെ രണ്ടുപേരുടെയും കൂടെ വന്ന ആൾക്കാരാകട്ടെ അവരുടെ കൂടെ ഒന്നിച്ചു പോകാമെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും അതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തനിയെ പോകുന്നു. ഹോയങ്ങ് തിരിച്ചു പോകുന്ന സമയത്ത് ജോസഫ് അവനെ കോൾ ചെയ്യുകയാണ്. മീസോ നിന്നെ കാണുവാനായിട്ട് എത്തിയിട്ട് എന്തിനാണ് നീ അവളെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ജോസഫ് ചോദിക്കുന്നത്. ഹോയിങ് വർക്കിന് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്കൊക്കെ തിരിച്ചെത്തിയ സമയത്താകട്ടെ ആ ഒരു കാര്യങ്ങളെയെങ്കിലും നീ കരിയർ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചൂടാ എന്നൊക്കെ ജോസഫും അവനോട് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഹോഞ്ചിനെ കുറിച്ചൊക്കെ ഹോയിങ് ഓർക്കുന്നുണ്ടെങ്കിൽ പോലും താനിവിടെ വർക്കിന് വേണ്ടിയിട്ട് എത്തിയതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കോളും അവൻ കട്ട് ചെയ്യുന്നു. അവനും വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്താകട്ടെ തൊട്ടടുത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ ഹോഞ്ചു ഇരിക്കുന്നതൊക്കെ അവനും കാണുന്നു. ഇനി സ്കൂൾ ടൈം ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഹോഞ്ചുവും അവന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവന്റെ ഒരു റിപ്ലൈ ഒക്കെ അവൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആ ഒരു സീൻ അവിടെ നിന്നും കട്ടായതിനു ശേഷം ഹോഞ്ചു എന്നൊക്കെ അവനും ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരു ബസ്സൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അവനും വണ്ടിയൊക്കെ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും അവളെ അവിടെ കാണാതാകുന്നത് കൊണ്ട് തന്നെ അവൾ പോയി കാണുമെന്നൊക്കെ അവനും കരുതുന്നു. പക്ഷെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിലൊക്കെ ആയിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അവനും അതേ കടയിലേക്കൊക്കെ എത്തിയതിനു ശേഷം അവൾ ഓർഡർ ചെയ്ത അതേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നു. പിന്നീട് അവളോട് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് അവൾ അവനെ ഓർക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാകുന്നത്. അവനും വർക്കിന്റെ ഭാഗമായിട്ട് നാട്ടിലേക്കൊക്കെ തിരികെ എത്തിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാട്ടിലേക്ക് തിരികെ എത്തിയ നീ വർക്കിന് പകരമായിട്ട് ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ ആയിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തും അവൾ ചോദിക്കുകയാണ്. പണ്ട് കൂടെ പഠിച്ച ആരുമായിട്ട് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല എന്നൊക്കെ ഹോയിങ് പറയുമ്പോഴത്തേക്കും ഹോയിങ്ങിന്റെ നമ്പറൊക്കെ മേടിച്ചതിന് ശേഷം ഹോഞ്ചുവും ഹൈജിക്ക് എല്ലാവരുടെ ഡീറ്റെയിൽസും അറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്കും ഒരുപാട് സന്തോഷമാകുമെന്നൊക്കെ ഹോഞ്ചുവും അറിയിക്കുന്നു. അതെന്താ ഹൈജുയുടെ കാര്യം പറയുന്നത്? നിനക്ക് എന്നെ കണ്ടിട്ട് സന്തോഷമൊന്നും ആയില്ലേ എന്നൊക്കെ അവന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വായിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ അറിയാതെ അവന്റെ മേത്തേക്കായിട്ടൊക്കെ അവളും തുപ്പി പോവുകയാണ്. പെട്ടെന്ന് അവളുടെ ബസ്സൊക്കെ വന്നത് കൊണ്ട് തന്നെ അവളും കടക്കാരനൊരു നോട്ടൊക്കെ കൊടുത്തിട്ട് ചില്ലറ ഇവന്റെ കയ്യിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നോടി വണ്ടിയിലേക്കൊക്കെ കയറുന്നു. അവനും ചില്ലറൊക്കെ മേടിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു മറ്റൊരു സംഭവമൊക്കെ ഉണ്ടായത്. അതായത് അവൻ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കാറിന് ഫൈനും ഇട്ട് കാറും എടുത്തുകൊണ്ട് പോലീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
വീട്ടിലെത്തി കുറെ നേരമായിട്ടും അവളൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആരോർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഇനി 10 വർഷം മുമ്പ് നടന്ന സംഭവം കാണിക്കുകയാണ്. ഒരു ദിവസമാകട്ടെ ഹോങ് വണ്ടിയിൽ നിന്നും ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഡ്രൈവറും അവിടെ കിടന്നുറങ്ങുന്ന ഹോങ്ചുനെയും കൂടി എണീപ്പിച്ചുകൊണ്ട് പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. അന്നാകട്ടെ ഹോങ്ചുനെ ഹുയങ്ങിനെ അറിയുക കൂടിയില്ല. എങ്കിൽ പോലും ഒരേ സ്കൂളിലായതുകൊണ്ട് തന്നെ അവളെ എണീപ്പിക്കുവാനായിട്ടായിരുന്നു ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ അവനും അവളെ വിളിച്ച് എണീപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഹോയിങ്ങിന്റെ കാലിന് വയ്യാത്തത് കൊണ്ട് തന്നെ അവൻ വളരെ പതുക്കെയൊക്കെ ആയിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത്. ഹോഞ്ചുവും സ്കൂൾ ഗേറ്റിന് മുമ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും ലേറ്റ് ആയിട്ട് വന്ന കുട്ടികൾക്കൊക്കെ ടീച്ചർ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹോയിങ്ങിനെ ഹെൽപ്പ് ചെയ്തു എന്ന രീതിക്ക് പെട്ടെന്ന് തന്നെ ഹോയിങ്ങിന്റെ കൈയൊക്കെ എടുത്ത് അവൾ തോളത്തിട്ടതിന് ശേഷം അവനെയും കൂട്ടിക്കൊണ്ടൊക്കെ നടന്നു വരുന്നു. ടീച്ചറും അവൾ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹോയിങ്ങിനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടായിരുന്നു താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന എന്ന രീതിയിലാണ് ഹോഞ്ചു സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ മാത്രമാണ് കണ്ടുമുട്ടിയിട്ടുള്ളതെന്നും ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് അല്ല എന്നുമൊക്കെ ഹുയിങ് പറയുമ്പോഴത്തേക്കും ഹോഞ്ചു അവൻ കള്ളം പറയുന്നതാണെന്നുള്ള രീതിയിലൊക്കെ ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുന്നു. പക്ഷെ ഹോയിങ് ആകട്ടെ തന്റെ പേരൊക്കെ മറച്ചു വെച്ചതിന് ശേഷം എന്റെ പേര് എന്താണെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അവളും അവന്റെ പേര് പോലും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്ന കാര്യമൊക്കെ അവളും തിരിച്ചറിയുന്നത്. ശരിക്കും അവളും അവനെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പണിഷ്മെന്റ് ഒക്കെ കിട്ടാതിരിക്കുവാനായിട്ട് മാത്രമായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്തതായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ ബാഗിലും ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ പല ബുക്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ടീച്ചറും അതൊക്കെ എടുത്തു വെച്ചിട്ട് അവളെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ഹുയെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നു. ഹുയെങ്ങും ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഒരു പേനയൊക്കെ ബാഗിന്റെ അകത്തേക്ക് വീഴുന്നത്. പെട്ടെന്നാകട്ടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ബുക്കൊക്കെ അവന്റെ ബാഗിൽ ഇരിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നു. യഥാർത്ഥത്തിൽ ഹോഞ്ചു ആയിരുന്നു അവന്റെ ബാഗിൽ ഈ ഒരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവനും ആ ബുക്കൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഒരു സെന്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവനും കാണുന്നു. ലൈഫ് ടൈമിൽ ഒരേ ഒരു സമയത്ത് മാത്രമായിരിക്കും ഫസ്റ്റ് ലവ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലവ് ഒരുപാട് സ്പെഷ്യൽ ആണെന്നായിരുന്നു ആ ഒരു ലൈൻ. ആ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ആൾ ബാങ് ജുൻഹോ ആയിരുന്നു. മാത്സിന്റെ ടീച്ചറും ഒരു പ്രോബ്ലം ഒക്കെ ബോർഡിൽ എഴുതിയതിനു ശേഷം ഹുയെങ്ങിനോട് അത് സോൾവ് ചെയ്യുവാനായിട്ട് പറയുന്നു. അവനും ക്ലാസ്സിൽ ഒരു പഠിപ്പിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഒക്കെ അതിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും സാറും അവനെ പുകഴ്ത്തുകയാണ്. അവൻ വളരെയധികം സ്മാർട്ടും ഹാൻഡ്സമും ആണെന്നൊക്കെ പറയുന്ന കൂടെ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികൾ ഒന്നിനും കൊള്ളത്തില്ലാത്തവരാണെന്നൊക്കെ സാറും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജനലിന് വെളിയിലേക്കൊക്കെ ആയിരുന്നു ഹോയിങ് നോക്കിയിട്ടുണ്ടായിരുന്നത്. വെളിയിലുണ്ടായിരുന്ന ഹോഞ്ചു ആകട്ടെ അകത്ത് നിൽക്കുന്ന അവനെ കാണുകയും ചിരിച്ചുകൊണ്ട് അവനൊരു ഹായ് പറയുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീനോട് കൂടി പാസ്റ്റ് ലൈഫ് ഒക്കെ കട്ടായതിനു ശേഷം ഇപ്പോൾ പ്രസന്റ് ലൈഫ് ഒക്കെ കാണിക്കുകയാണ്. ഹോഞ്ചു ആകട്ടെ ഹൈജീനെ കോൾ ചെയ്ത് സംസാരിക്കുന്നു. ഹൈജു വളരെയധികം എക്സൈറ്റഡ് ആണ്. എവിടെ വെച്ചാണ് അവനെ കണ്ടത്, അവനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഹൈജിയും ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഹൈജയുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു ഹുയങ്. ഇനി ഹോഞ്ചുവിന്റെ വേർഷൻ ഓഫ് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുകയാണ്. ഹൈജിയുടെ അച്ഛനാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മാത്സ് ടീച്ചർ. ഹൈജിയും വലിയ പഠിപ്പിസ്റ്റിക്കാണ്. പക്ഷെ ഇപ്പോൾ ആകട്ടെ അവൾക്ക് പഠിക്കുവാനും തോന്നുന്നില്ല, ഫുഡ് കഴിക്കുവാനും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളും ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഹോഞ്ചുവിനും മനസ്സിലാകുന്നു. ഹോഞ്ചുവും അതാരാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹോയിങ്ങിന്റെ പേരായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹോയിങ് ഒരു പഠിപ്പിസ്റ്റ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ഹോഞ്ചുവിന് ആ ഒരു ലവ് സ്റ്റോറിയിലുള്ള എല്ലാ പ്രതീക്ഷയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാണ് അതിലെ ഹുയങ് നടന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഹുയങ്ങിനെ കണ്ട ഉടനെ തന്നെ അതാണ് ഹുയങ് എന്നൊക്കെ പറഞ്ഞ് ഹൈജിയും ഹോങ്ചുവിന് അവനെ കാണിച്ചൊക്കെ കൊടുക്കുന്നു. അപ്പോഴാണ് രാവിലെ തനിക്കിട്ട് പണിത അതേ ആളാണ് ഇതേ എന്ന കാര്യമൊക്കെ ഹോങ്ചുവും മനസ്സിലാക്കുന്നത്. ഹോങ്ചുവും നിങ്ങളൊരു കപ്പിളാകുമെന്ന പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈജിക്ക് വളരെയധികം മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നു. ആ ഒരു സംഭവത്തിനൊക്കെ ശേഷമായിരുന്നു ഹോയെങ്ങിനെയും അവൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ടിന് ഇഷ്ടമുള്ള ആളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവളും ഹായ് ഒക്കെ കൊടുത്തത്. മാത്രമല്ല ഹൈജീനും കൂടി അവൾ വിളിക്കുന്നുണ്ടെങ്കിലും ഹൈജിക്ക് നാണമായിട്ട് അവിടേക്ക് പോവാതെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.